നമസ്കാരം. 2024 മാർച്ച് മാസം 23, 24, 25 തീയതികളിൽ വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന, ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ കാത്തിരിക്കുന്ന 13 നക്ഷത്രജാതകരുണ്ട്. ഈ 13 നക്ഷത്രജാതകർക്കും ഇനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ദൃഢമായ ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നേറുക ഈ 13 നക്ഷത്രജാതകരും. ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരും. ഇവരുടെ സ്വപ്രയത്നം കൊണ്ടായിരിക്കും ഇവർ രക്ഷപ്പെടുക. അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. കടങ്ങൾ തീരും, പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും. അത്തരമൊരു നല്ല സമയമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി വന്നു ചേരാൻ പോകുന്നത്. അവരെ നമുക്കറിയാം, അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഈ വരുന്ന 23, 24, 25, 26 തീയതികളിൽ ഇവർക്കൊരു അത്ഭുതം സംഭവിക്കും. ഏത് കാര്യത്തിനാണോ ഇവർ തടസ്സം നേരിട്ടിട്ടുള്ളത് ആ കാര്യത്തിൽ ഒരു വിജയം ഇവർക്ക് വന്നു ചേരും. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തണം. വരാഹി ദേവിയുടെ ഒരു ചിത്രം വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നടക്കാതെ പോയ ഏതൊരാഗ്രഹവും ഈ നക്ഷത്രജാതകർക്ക് ഇനി നടന്നു കിട്ടും, ഉറപ്പാണ്. സമയം നല്ലതാകുകയാണ്. പ്രശ്നം വെച്ച് നോക്കിയതിൽ ഇവർക്ക് നല്ല സമയം തെളിയുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് ഒരു പ്രാവശ്യം നോക്കിയതല്ല, പല പ്രാവശ്യം ഈ നക്ഷത്രജാതകരുടെ ജാതകം ഒന്ന് പരിശോധിച്ചു. ഇവരുടെ ഗോചര ഫലങ്ങൾ പരിശോധിച്ചു. ഇവരുടെ യോഗങ്ങളെക്കുറിച്ചറിഞ്ഞു. തീർച്ചയായും ഈ നക്ഷത്രജാതകർക്കൊക്കെയും രാജയോഗം മുതൽ ഗജകേസരി യോഗം വരെ വന്നു ചേരുന്ന സമയമാണ്. മാസത്തിൽ ഒരു തവണ ഗണപതി ഹോമം നടത്തണം, അതും ഗണപതി ക്ഷേത്രത്തിൽ. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമാകും. പാർവതി പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുക. ശിവക്ഷേത്രം ദർശിച്ച് പ്രാർത്ഥന നടത്തുക. ഇതുവരെ ഈ 13 നക്ഷത്രജാതകർ നേരിട്ട എല്ലാ പ്രതിസന്ധികളും മാറുന്ന ഈ സമയം നന്നായി വിനിയോഗിച്ച് മുന്നേറുക. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ആ നക്ഷത്രജാതകരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ജീവിതം മാറുന്ന, എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. വരാനിരിക്കുന്ന വിഷുവൊക്കെ അവർക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, ഉയർച്ചകൾ സമ്മാനിക്കും. അശ്വതി നക്ഷത്രജാതകർക്കിത് നല്ല സമയമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. 23, 24, 25, 26 തീയതികളിൽ മാർച്ച് മാസം ഇവർക്കൊരു നല്ല കാര്യം ജീവിതത്തിൽ സംഭവിക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയം. കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തുന്നു രോഹിണി. കടങ്ങളൊക്കെ തീരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, പ്രാർത്ഥന നടത്തണം. അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. 23, 24, 25 മാർച്ച് മാസം ഇവർക്ക് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും.
അടുത്ത നക്ഷത്രം ആയില്യമാണ്. കടങ്ങൾ മാറുന്നു, ധാരാളം ധനം വന്നു ചേരുന്നു. 23, 24, 25, 26 ദിവസങ്ങൾ എന്തുകൊണ്ടും വളരെയേറെ ഭാഗ്യമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക. മകനക്ഷത്ര ജാതകർക്കും വിപരീതമായിട്ടല്ല ഫലങ്ങൾ. നല്ല ഫലമാണ്, ഉയർച്ചയാണ്, നേട്ടമാണ്, ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം, കഷ്ടതകളൊക്കെ അവസാനിച്ച് നേട്ടത്തിൽ എത്തുന്ന സമയം, കർമ്മരംഗത്ത് പുരോഗതി. ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വിജയമുണ്ടാകും, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. അടുത്ത നക്ഷത്രം അത്തമാണ്. വെള്ളിയാഴ്ച ഒരു പ്രത്യേക പൂജയുണ്ട്. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കേൾക്കുന്ന നക്ഷത്രജാതകരൊക്കെ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അത്ത നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ധാരാളം ധനമൊക്കെ വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം, കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം. ജീവിതത്തിൽ അനുഭവിച്ചു ഒരുപാട് കഷ്ടതകൾ, ഇനി ഒക്കെയും മാറും, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. നേട്ടത്തിലേക്ക് കടക്കുന്നു, കഷ്ടതകൾ മാറുന്നു, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ വിശാഖ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. അടുത്ത നക്ഷത്രം അനിഴമാണ്. സുഖസമ്പൂർണമായൊരു ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം, കഷ്ടതകൾ അവസാനിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. അടുത്ത നക്ഷത്രം പോരാടമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നേട്ടമാണ്. വിദേശ രാജ്യത്തൊക്കെ പോകുവാൻ സാധിക്കും. ഏത് രാജ്യത്താണോ പോകേണ്ടത് ആ രാജ്യത്തൊക്കെ നിങ്ങൾക്ക് സാധ്യമാകും. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യഥാശക്തി വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും രക്ഷപ്പെടുവാൻ പോരാട നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നേട്ടമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ക്ഷേത്രദർശനം നടത്തണം, പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഉയർച്ചയാണ് രേവതി നക്ഷത്ര ജാതകർക്ക്. ഈ 13 നക്ഷത്ര ജാതകർക്കും ഉയർച്ച തന്നെ. എന്നിരുന്നാലും രേവതി നക്ഷത്ര ജാതകരുടെ സമയം അല്പം കൂടി നല്ലതാകാൻ പോകുകയാണ്. വരുന്ന വിഷുവൊക്കെ ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന നക്ഷത്രം രേവതി തന്നെയായിരിക്കും. രേവതി രക്ഷപ്പെടും, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും. ചില വഴിപാടുകൾ ഇവർ ചെയ്യണം. ഗണപതി ഹോമം നടത്തുക, നല്ലതുകൾ വരും, നല്ലത് സംഭവിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.